ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് ഈ സൈൻ അതിനകത്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം, എന്നാൽ OTP ജനറേറ്റ് ചെയ്യണം, പ്രോപ്പർ നമ്പർ ആയിരിക്കണം. അതായത് രാഹുൽ പറഞ്ഞ് 100% സത്യമായി മാറി. അതുകൊണ്ടെന്തോ ഇന്ത്യയിൽ ഇങ്ങനെ നോക്കിയത് കാണുന്നവരും മോദിയോട് താല്പര്യമുള്ളവരും ഇത് കണ്ടു കഴിയുമ്പോൾ പേടിച്ചു പോയി. ഇത് തെറ്റായിപ്പോ. കാരണം ജനാധിപത്യ വിശ്വാസികളാണ് ഇന്ത്യക്കാർ കൂടി. ഇത് ഡിക്റ്റേറ്ററിന്റെ ഭരണമൊന്നുമല്ല. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഭയമായി. കാരണം ഇന്നിടത്ത് ആളിനെ കൂട്ടുന്നു, ഇന്നിടത്ത് ആളിനെ കുറയ്ക്കുന്നു, കള്ള പേരുകൾ ഉണ്ടാക്കും, രാവിലെ 3 മണിക്ക് 4 മണിക്ക് ഇരുന്ന ആൾക്കാരുടെ പേരുകൾ ഡിലീറ്റ് ചെയ്യുന്നു. സംഭവം പൊളിഞ്ഞങ്ങനെ നാശമായിപ്പോയി. എന്നിട്ട് ഡിലീറ്റ് ചെയ്ത പല ആൾക്കാരെയും കൊണ്ട് സ്റ്റേജിൽ വന്ന് പല ആൾക്കാരും അവരുടെ വോട്ട് നോക്കാൻ തോന്നി. പൊളിഞ്ഞ് നാശമായിപ്പോയി. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഈ ഗോദി മീഡിയയും കംപ്ലീറ്റ് സൈലന്റ് ആയിപ്പോയി. കംപ്ലീറ്റ്. അവർക്ക് പപ്പു കിപ്പു എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ അവർ നേരത്തെ പല രീതിയിൽ പല ന്യായീകരണം കൊണ്ടുവന്നു. ഇതൊന്നും ആൾക്കാർ വിശ്വസിച്ചില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. BJPയും BJPയുടെ മന്ത്രിമാരും ഇലക്ഷൻ കമ്മീഷനും പറയുന്ന ഒരു കാര്യം പോലും ഇന്ത്യയിലുള്ള വലിയൊരു ഭൂരിപക്ഷം വിശ്വസിക്കുന്നില്ല. ഒരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിനെ നിയമിച്ചത് ഭരിക്കുന്ന സർക്കാരാണ്. അതായത് വിശ്വാസം പൂർണ്ണമായിട്ട് അങ്ങ് പോയി. ഭയങ്കര പാളിച്ചയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ Day 1 ആദ്യം പ്രസന്റേഷൻ ചെയ്തപ്പോഴും ഞാനിത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചത്. പിന്നീട് ഡേറ്റ എല്ലാം നോക്കി ഇലക്ഷൻ കമ്മീഷൻ ഓഫീഷ്യൽസുമായിട്ടും റിട്ടയർ ചെയ്ത ഓഫീഷ്യൽസുമായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കറക്റ്റാ, രാഹുൽ പറഞ്ഞത് കറക്റ്റാണ്, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്.